ഈ അതിജീവനം എന്ന് പറയുന്ന വാക്ക് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. പറയാനും ക്ലാസ് എടുക്കാനുമൊക്കെ എളുപ്പമുള്ള വാക്കുമാണ് ഈ അതിജീവനം. പക്ഷേ അനുഭവിക്കാനും അതിജീവിക്കാനും, അല്ലെങ്കിൽ ആ അതിജീവനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സാധ്യമാക്കുന്നതിനും വളരെ കടുത്ത കരുത്തുണ്ടാവണം. ഞാനൊരു വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് ആകസ്മികമായി മറ്റൊരു വാർത്ത വായിച്ചപ്പോൾ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന വളരെ ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ, കേവലം ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല അദ്ദേഹം, വലിയ മാനവിക ചിന്തകളുടെ ഉടമയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡൊക്കെ ലേലത്തിന് വെച്ച ചരിത്രമൊക്കെ ഉള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ISROയിലെ ടെസ്സി മാഡം ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. 1990കളുടെ അവസാനത്തിലോ മറ്റോ ഈ പറയുന്ന ജെയിംസ് വാട്സൺ എന്ന അദ്ദേഹം കേരളത്തിൽ വരികയുണ്ടായി. ഈ മാഡം ബൊക്ക കൊടുത്തതും അന്ന് ഒരു മീറ്റിങ്ങിൽ ഈ ജെയിംസ് വാട്സൺ സാറ് സംസാരിച്ചതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അത്രേ: തോറ്റുപോയേക്കാം, പക്ഷേ നിരാശരാകരുത്. വീണ്ടും വീണ്ടും ജയിക്കാനുള്ള ത്വര നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു തന്നെ നിൽക്കണം, നേർക്ക് നേരെ. ഞാനിത് പറയാനുള്ള കാരണം ഒരു വീഡിയോ ക്ലിപ്പാണ്. ആ വീഡിയോ ക്ലിപ്പ് നേർക്ക് നേരെ അങ്ങ് കണ്ടാൽ നമ്മൾ ഈ അതിജീവനം എന്നൊക്കെ പറയുന്നതും യഥാർത്ഥത്തിലുള്ള ഈ അതിജീവനത്തിൻ്റെ വ്യത്യാസവുമൊക്കെ നമുക്ക് തിരിച്ചറിയാനാവും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദേ കണ്ടോളൂ. To the rhythm of the Dabkeh, a traditional Palestinian dance, residents celebrate the graduation of students in English language and teaching methods from Al-Aqsa University, the first graduates after more than 2 years of war. The residents of Khan Yunis have not organized celebrations like this for a long time. I am not only a graduate in English language and teaching methods, but also living proof that the human spirit cannot be defeated, no matter how harsh the circumstances. Under the gaze of her husband, daughter, and fellow graduates, the young woman bursts into tears. Like many other students in the room, numerous members of her family have been killed by Israeli bombings in recent years. After 2 years of war, loss, and destruction that took my family, my mother, sister, brother-in-law, and niece, as well as my home and many of my loved ones, hope is reborn. Despite the suffering, the war, and its tragedies, we remain strong in the face of adversity. Most classes had to be held remotely for months. The university buildings are still being used as shelters for displaced Gazans. We continue to teach with the means available to us, using the technology we have at our disposal, despite its limitations, such as social media platforms and WhatsApp groups. We invited our students to interact with us, and their response was tremendous. According to the United Nations, at least 90% of schools and university buildings in Gaza have been destroyed or damaged by Israeli strikes. Hundreds of thousands of Palestinian students and school children are still deprived of education today. രണ്ടുപേരാണ് ഈ വീഡിയോയിൽ സംസാരിച്ചത്. ആദ്യം സംസാരിച്ച ആ മകള് പറഞ്ഞത് 2-3 വർഷത്തിന് ശേഷം നടത്തുന്ന ഈ ഗ്രാജുവേഷൻ സെറിമണി, അതായത് അക്സ യൂണിവേഴ്സിറ്റിയിൽ ഖാൻ യൂനിസ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ലോകം മുഴുവൻ. ഓരോ ബോംബിങ്ങിലും തകർന്നു വീണ കെട്ടിടങ്ങളുടെ കഥകൾ പറയുമ്പോൾ ഖാൻ യൂനിസ് പറയാറുണ്ട്. അവിടുത്തെ അക്സ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ഇറങ്ങി എന്ന് പറയുന്ന ഒരു നിമിഷം മാത്രമല്ല ഇത് ഞങ്ങളുടേത് ഒരു അതിജീവനത്തിൻ്റെ നിമിഷമാണ്, ഒരു തകർക്കാനാവാത്ത അതിജീവനത്തിൻ്റെ നിമിഷമാണെന്നാണ് ആദ്യം സംസാരിച്ച സഹോദരി പറഞ്ഞത്. രണ്ടാമത് സംസാരിച്ച സഹോദരി ഈറനണിഞ്ഞുകൊണ്ട് പറഞ്ഞത് ഉമ്മയുടെ സഹോദരി, അതുപോലെ മറ്റ് സഹോദരിമാർ, പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് മരിച്ചു, വീട് തകർക്കപ്പെട്ടു. ഈ സന്തോഷത്തിൻ്റെ നിമിഷത്തിലും അതിൻ്റെ സങ്കടമുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരു ചിത്രം ഞാൻ കാണുകയുണ്ടായി. തകർക്കപ്പെട്ട ബിൽഡിങ്ങിനകത്തിരുന്ന് ഒരു IDF സൈനികൻ, ഇസ്രയേലിൻ്റെ സൈനികൻ, ഓൺലൈനായി കോഴ്സ് പഠിച്ച് പരീക്ഷ എഴുതുന്ന ചിത്രം. തകർക്കാൻ വന്ന് മറ്റൊരിടത്ത് വന്ന അതാണ്. ആ കീഴടക്കലിൻ്റെ തകർക്കലുകൾക്കിടയിലും ആ സ്വാർത്ഥതയുടെ കരങ്ങൾ തേടുമ്പോൾ ഇവിടെ എല്ലാം തകർന്നുപോയ മനുഷ്യർ വീണ്ടും പുനരുജ്ജീവനത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് ചോദിക്കട്ടെ, ഇതല്ലേ യഥാർത്ഥ അതിജീവനം? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫലസ്തീനികൾ ആരെങ്കിലും ഇതുവരെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട്? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാരണങ്ങൾ പോലെ നോക്കിയാൽ എന്തെല്ലാം കാരണങ്ങൾ ആത്മഹത്യ ചെയ്യാൻ അവർക്കുണ്ട്?
ഉറ്റവരും പ്രിയപ്പെട്ടവരും എപ്പോഴും മരിക്കാം, മക്കൾ മരിക്കാം, വീട് തകർക്കപ്പെടാം. ഇപ്പോൾ ഈ ന്യൂസിൽ തന്നെ പറയുന്നത് UN ആണ് പറഞ്ഞത് 90% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർത്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കെട്ടിടങ്ങൾക്കകത്തിരുന്നാണ് ഈ പരീക്ഷ എഴുതുന്നത്, ജയിക്കുന്നത്, സന്തോഷിക്കുന്നത്. എന്തേ അവർ ആത്മഹത്യ ചെയ്യാത്തത്? അവിടെയാണ് അവർ വർഷങ്ങൾ കൊണ്ട് കണ്ടീഷൻഡായി പോയ ആ ജനറ്റിക് ഘടനയുടെ കരുത്ത് കാട്ടുന്നത്. ഇതാണ് അതിജീവനം. ഇതാണ് ലോകത്തിന് മുന്നിലുള്ള മാതൃക. നമ്മുടെ നാട്ടിലെ നിസ്സാര പ്രശ്നങ്ങളിൽ വല്ലാതെ തളർന്ന് എങ്ങനെ പഠിക്കും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ജീവിക്കും എന്ന് പറയുന്നവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വെറുതെ എന്താ പറയുന്നത്, ഈ എങ്ങും തൊടാത്ത തടിക്ക് പിടിക്കാത്ത പ്രസംഗകലയുടെ മനോഹാരിതയല്ല ഈ പറഞ്ഞത്. ഒറിജിനൽ ജീവിതമാണ് നിങ്ങളാ കണ്ടത്. പ്രാർത്ഥിക്കാം അവരുടെ അടുത്തെങ്ങാണമൊക്കെ നമ്മുടെ ഉൾക്കരുത്തും എത്തട്ടെ എന്ന്.